അത് എല്ലാം ഒന്നും അവര് തുറന്ന് പറയാറില്ല എന്നുള്ളതാണ്. വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏത് ടീം ജയിക്കും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ. ചിലപ്പോ അവരുടെ പ്രഡിക്ഷൻ പോലെ തന്നെയായിരിക്കും ആ മാച്ച് പോകുന്നതും. അത് ഈ സൈക്കിക് സെൻസിറ്റിവിറ്റി കൊണ്ട് അവർ പറയുന്നതാണോ, അതോ ജസ്റ്റ് ചുമ്മാ പറയുന്നു, അബദ്ധവശാൽ അത് കറക്റ്റ് ആയി പോകുന്നു? ഈ മനുഷ്യര് മാത്രമല്ല, മൃഗങ്ങളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് പറയുന്നു. ഒരു ഒക്ടോപ്പസ് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന പൂച്ചയുണ്ട്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അത് രണ്ട് ജീവികൾ, ഒന്ന് മനുഷ്യനും ഒന്ന് മൃഗവുമാകാം. ഈ ഈ ഈ ഇന്റർകണക്റ്റഡ്നെസ് ആണ് ഒരു ഫാക്ടർ ഈ സൈക്കിക് സെൻസിറ്റിവിറ്റി ട്രിഗർ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ആ സ്ത്രീയെ നേരിട്ട് പരിചയമുണ്ട്. ഹേമ എന്നാണ് അവളുടെ പേര്. അവരിപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. നേരത്തെ അവർ ദുബായിലായിരുന്നു. അവർക്കൊരു പൂച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പൂച്ച മോനെ എന്നാണ് വിളിക്കുന്നത്. ആ പൂച്ചയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവർ വരുമ്പോഴൊക്കെ ഞാൻ അവരെ മീറ്റ് ചെയ്യുമായിരുന്നു. അവർ പൂച്ചയുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവരും പൂച്ചയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, അയാൾ തിരുവനന്തപുരത്തുള്ള ആളാണ്. അയാൾ ദുബായിൽ പോയപ്പോൾ ഇവരുടെ വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്നിട്ട് 5 ഉത്തരങ്ങൾ എഴുതി 5 കടലാസ് കഷ്ണത്തിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് പൂച്ചയോട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ പൂച്ച കൈ വെച്ച് ഒരു ആൻസർ സെലക്ട് ചെയ്യും. ഇങ്ങനെ ഇയാൾ 10 ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ അറിയാം. ഒന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആയിരുന്നു. പിന്നെ ചില ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ 10 എണ്ണത്തിനും പൂച്ച കറക്റ്റായിട്ട് ഉത്തരം. പൂച്ച പറയല്ല, പൂച്ച ചൂണ്ടിക്കാണിക്കാൻ 5 ഉത്തരം എഴുതി വെച്ചിട്ട് പൂച്ച കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഈ സ്ത്രീക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ പൂച്ച കറക്റ്റായിട്ട് പറയുള്ളൂ എന്ന് ഇയാൾക്ക് സംശയം തോന്നി. ഈ ഹേമയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഇയാൾ ചോദിച്ചു. അതും പൂച്ച കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള ടെലിപ്പതി അല്ല, പൂച്ച ഡയറക്റ്റായിട്ട് കറക്റ്റ് ആൻസർ എങ്ങനെയോ സെൻസ് ചെയ്യാണ്. അപ്പോൾ പൂച്ചയ്ക്ക് മാത്തമാറ്റിക്സ് ഒന്നും അറിയാൻ വയ്യ, പക്ഷേ പൂച്ച ഉത്തരം കറക്റ്റായിട്ട്. അത് പക്ഷേ ഇയാളുടെ മനസ്സിലുള്ള, ഇയാൾക്കറിയാമല്ലോ കറക്റ്റ് ആൻസർ. ഇയാളുടെ മനസ്സും പൂച്ചയുടെ മനസ്സും തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഭാവി പ്രവചിക്കുന്നത് മനുഷ്യർ തന്നെ വേണമെന്നില്ല, മൃഗങ്ങളുമാകാം. പിന്നെ മെൻ്റലി റിട്ടാർഡഡ്. ഞങ്ങൾ ഈ ആഴ്ച ഒരു കുട്ടിയെ കാണാൻ പോവാണ്. ഒരിക്കൽ ഞങ്ങൾ 2-3 പ്രാവശ്യം പോയതാണ്. ഇനിയിപ്പോൾ ഒരിക്കൽ കൂടെ പോകുന്നു. 9 എന്ന പേരുള്ള ഒരു കുട്ടി ഓട്ടിസ്റ്റിക്കാണ്. അപ്പോൾ കുട്ടിയും അമ്മയും തമ്മിലുള്ള ടെലിപ്പതിയാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് കുട്ടിക്ക് ESP ഉണ്ട്, കുട്ടിക്ക് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും, ക്ലെയർവോയൻ്റ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ അടുത്ത ആഴ്ച പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു എബിലിറ്റി എന്നുള്ളതിനേക്കാളും ഒരു സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഫുള്ളി കൺട്രോളിലുള്ള ഒരു എബിലിറ്റി അല്ല ഇത്, ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതാണ് ശരി. ഈ ലോകത്തിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചില ലോകളെ കുറിച്ച് പറയാറുണ്ട്. അതിലൊന്ന് പറയുന്നത്, അതായത് നമ്മൾ എന്ത് കൂടുതൽ ഭയക്കുന്നു അത് നടക്കുമെന്നുള്ളത്. അതിനെന്തെങ്കിലും ഒരു സയന്റിഫിക് വശമുണ്ടോ? ഈ പാരാസൈക്കോളജിയുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല? അത് വളരെ അറിയപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മള് ഒരു കാര്യത്തിനെ പറ്റി ഭയക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഭയം ഈ സൈക്കിക് എബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ വൈകാരിക വിക്ഷോഭത്തിൽ കൂടെയാണ് പലപ്പോഴും ഈ പ്രകടമാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്ന് ഇങ്ങനെ ഭയക്കുന്നു. അയാളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് 40ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അപ്പോൾ എനിക്ക് 40ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ? അത് വരാതിരിക്കാൻ വേണ്ടി ഓടുന്നു, ചാടുന്നു, പാല് കഴിക്കാതിരിക്കുന്നു, റെഡ് മീറ്റ് കഴിക്കാതിരിക്കുന്നു. പക്ഷേ കൃത്യം 40 വയസ്സിൽ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ നിരന്തരം അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. പിന്നെ ആ ഭയം എന്ന് പറയുന്നത് ഈ പാരാനോർമൽ കപ്പാസിറ്റി ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, വൈകാരിക വിക്ഷോഭം. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഭയത്തെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും?
അതാണ് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. അയ്യോ എനിക്ക് ഭയമുണ്ടല്ലോ, ഈ ഭയം മാറ്റണമെന്ന് വിചാരിച്ചാൽ ഭയം കൂടുകയുള്ളൂ. അപ്പോൾ ഭയം മാറ്റണമെന്നുണ്ടെങ്കിൽ ഭയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കും. അതായത് നമ്മളിപ്പം എനിക്ക് പട്ടിയെ ഭയമില്ല എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭയം കൂടുകയുള്ളൂ. നേരെ മറിച്ച് എനിക്ക് പട്ടിയെ ഭയമുണ്ട് എന്ന് പറഞ്ഞ് പട്ടിയുടെ അടുത്തേക്ക് പോവുകയും ഓടാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭയം ഇല്ലാതാകും. ഈ ഭയം ഓവർകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ 40 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അച്ഛന് വന്നു എന്ന് ഓർത്ത് പേടിച്ച് ഇരുന്ന്, പക്ഷെ എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും അയാൾക്ക് കൃത്യമായ 40 വയസ്സിൽ ആ ഭയം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവം നടക്കാതിരിക്കാനാണ്, അതിനെ ഓവർകം ചെയ്യാനാണ്. അത് എങ്ങനെ സാധ്യമാകും? ഈ ഭയം എല്ലാ മരണത്തെ പറ്റിയല്ല. എല്ലാ നിസ്സാരമായ ഭയങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ ഭയത്തെ പറ്റി അവെയർ ആവുക, ആ ഭയം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ റിവേഴ്സ് ചെയ്യുക. ഈ മരണഭയം ആണ് ഓവർകം ചെയ്യാൻ ഏറ്റവും പ്രയാസം. അതിനെപ്പറ്റി നമ്മൾ അവെയർ അല്ല എന്നുള്ളതാണ് വേറൊരു വലിയ പ്രയാസപ്പെട്ട സംഗതി. കാരണം പല ആളുകളും പറയാറുണ്ട് എനിക്ക് മരണത്തെ ഒരു ഭയമൊന്നുമില്ല. ഇത് വെറുതെ പറയുന്നതാണ്. അവർക്ക് അതിനെ പറ്റിയുള്ള കോൺഷ്യസ് അവയർനെസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ മരണഭയമാണ് മറ്റ് മിക്ക ഭയങ്ങളുടെയും അടിസ്ഥാനം, റൂട്ടായിട്ട് കിടക്കുന്നത്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സ് ഇല്ലാതാണ്. നമ്മളുടെ സെൽഫിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ ശരീരത്തോടുള്ള നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻസ്, ഇതൊക്കെ പോയെങ്കിലേ മരണഭയം പോകും. കാരണം നമ്മളോട് തന്നെ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ ഇത് നശിക്കുമോ എന്നുള്ള ഭയം ഉള്ളിൽ എപ്പോഴും കിടക്കും. സാധാരണയായിട്ടുള്ള എല്ലാ ആളുകളും, പാരാസൈക്കോളജിസ്റ്റ് അല്ലാത്തവരൊക്കെ തന്നെ ഇങ്ങനൊരു സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ്, നെഗറ്റീവ് എനർജിയുമായിട്ടൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഓജോ ബോർഡ്. ഓജോ ബോർഡ് കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കളിക്കുക എന്നാണോ അതിനെ കറക്റ്റായിട്ട് വേർഡ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും അതിനുശേഷം ഈ കുറെ ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെ അവർ വിളിക്കുന്നു, സ്പിരിറ്റ് വരുന്നു, അതിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിനുശേഷം അവർക്ക് ഭയങ്കരമായ മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത്. ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ മോശമായ അനുഭവം, ഭയം എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഈ ഊർജ ബോർഡും ഈ പാരാസൈക്കോളജിയിൽ വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല. ഈ സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഊർജ ബോർഡ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഊർജ ബോർഡ് യഥാർത്ഥത്തിൽ പാരാസൈക്കോളജിയെ സംബന്ധിച്ച് ESP ട്രിഗർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് എന്നേ ഉള്ളൂ. അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അതുവഴി ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് വരും. അത് സ്പിരിറ്റ് എന്നുള്ളത് ഈ കാഴ്ചക്കാരുടെ ഒരു സപ്പോസിഷനാണ്. ഉദാഹരണമായിട്ട് ഒരാൾ മരണപ്പെടുന്നു, അത് കൊലപാതകമാണോ, ആക്സിഡൻ്റാണോ, സൂയിസൈഡ് ആത്മഹത്യയാണോ എന്നറിയണം. എൻ്റെ ഒരു ബന്ധു വരുന്നു, ഇയാളിങ്ങനെ മരിച്ചുപോയി, ഇത് എങ്ങനെയാണ് അയാൾ മരിച്ചത്, ഇതെന്തുമാകാം, ഇതെന്താണെന്ന് അറിയണം. അപ്പോൾ മരിച്ച ആളുടെ ആത്മാവിനെ വിളിക്കാൻ വേണ്ടിയാണ് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ സൈക്കിക്ക് ഊർജ ബോർഡ്, അപ്പോൾ വരുന്ന ആളാണ് പറയുന്നത് ഊർജ ബോർഡിൽ കൂടെ നോക്കണം. സൈക്കിക്കിന് ഊർജ ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇയാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഊർജ ബോർഡ് എടുത്ത് വെക്കുന്നു, മരിച്ച ആളുടെ ആത്മാവിനെ വിളിക്കുന്നു. അപ്പോൾ ഇത് ആക്സിഡൻ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ വരുന്ന ആൾ പറയുന്നത് ഇത് എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ, ഇത് കൊലപാതകമാകാൻ സാധ്യത വളരെ കൂടുതലാണ്, സൂയിസൈഡും ആകാം, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വാസ്തവം അറിയണം. അപ്പം എന്നാൽ നിങ്ങൾ തന്നെ വിരൽ വെച്ച് നോക്കാൻ പറയുന്നു. അയാൾ വിരൽ വയ്ക്കുമ്പോൾ മൂവ്മെൻറ്റ് വരുന്നില്ല. അപ്പോൾ ഈ സൈക്കിക്ക് കുറേ നേരം മിണ്ടായിരുന്നിട്ട് അപ്പോൾ സൈക്കിക്ക് കാണും ഈ ആക്സിഡൻറ്റ്, ഈ സീൻ, ഇയാളെ മരണ സീൻ. അപ്പോൾ ഇയാൾ ഇട്ടിരുന്ന വേഷം ഇതാണ്, അത് ഇന്ന കളറുള്ള മുറിയിലാണ് ഈ സംഭവം നടക്കുന്നത്.
അപ്പോൾ സൈക്കിക് ആ സമയത്ത് കാണുകയാണ് ആ മരണ സീൻ. ഇതെല്ലാം പറയുമ്പോൾ മറ്റേയാൾക്ക് വിശ്വാസമാണ് ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത് ഒരു ആക്സിഡൻ്റാണ് എന്ന് പറയും. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഈ മരിച്ച ആൾ വന്ന് ഇതൊക്കെ സൈക്കിക്കിനോട് പറഞ്ഞു എന്ന്. അങ്ങനെയല്ല. ഇത് ഇയാളുടെ ഒരു അത്യാവശ്യം സത്യം അറിയണം എന്നുള്ള ആകാംക്ഷ, അതെല്ലാം കൂടെ കൊണ്ടാണ് ഈ സൈക്കിക്കിൻ്റെ ക്ലെയർവോയൻസ് ട്രിഗർ ചെയ്യപ്പെടുന്നത്. ഈ സൈക്കിക്കിനെ വെറുതെ ഭാര്യ സൈക്കിക്കിനെ ഒന്ന് വരാൻ പറയുക, എനിക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ ആവശ്യക്കാരൻ്റെ ആ ഇൻറ്റൻസിറ്റി, ആ നീഡ്, അതുകൊണ്ടാണ് സൈക്കിക്കിന് ഈ ആ സമയത്ത് ഈ ക്ലെയർവോയൻസ് കൊണ്ട് നടന്ന സംഭവം കാണാൻ കഴിയും. ചില റിട്ടയർഡ് ആയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് അവര് ചില നിർണായകമായ ചില കേസുകൾ ഒരു തുമ്പും കിട്ടാതിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സൈക്കിക് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ ഇത് തന്നെ, ഈ നടന്നത് കൊലപാതകമാണോ അല്ലെങ്കിൽ സാധാരണ മരണമാണോ എന്നതടക്കമുള്ളത് അവരങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. സാധാരണ ആളുകൾ അത് കേട്ടാൽ അത് ഭയങ്കര റബ്ബിഷാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയത്തതേ ഉള്ളൂ. പക്ഷേ അത്തരത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവര് ഒരു വാസ്തവം അറിയുന്നുണ്ട് എന്നാണോ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് കുന്നിക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ്, കൊട്ടാരക്കര അടുത്ത്, പുനലൂരടുത്ത്. അപ്പോൾ ഇദ്ദേഹം ഒരു തങ്ങളായിരുന്നു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, സാർ ഇങ്ങോട്ട് വന്നാൽ എന്നെ കാണാം. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഇറങ്ങി വരും. ഞങ്ങൾ കോഫി ഹൗസിൽ പോയി കാപ്പിയൊക്കെ കുടിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ? അപ്പോൾ പറയും, അവർ ജീപ്പ് അയച്ച് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ജീപ്പൊക്കെ കുന്നിക്കോട് വരെ അയക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റും. അപ്പോൾ എന്തിനാണ് തങ്ങളെ ഇങ്ങനെ ജീപ്പ് അയച്ച് കൊണ്ടുവരുന്നത്? അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തുമ്പും കിട്ടാതെ വരുമ്പോൾ തങ്ങളെ വിളിച്ച് തങ്ങളെ ചിലപ്പോൾ കൊലപാതക സീനിൻ്റെ അവിടെ കൊണ്ടുപോയെന്ന് വരും, അല്ലെങ്കിൽ മോഷണം നടന്ന സ്ഥലത്ത് കൊണ്ടുപോയെന്ന് വരും. അപ്പോൾ തങ്ങൾ കൊടുക്കുന്ന ക്ലോസ് കൊണ്ട് പലപ്പോഴും അവർക്ക് കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ കേസ് വരുമ്പോൾ ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ ജീപ്പ് കുന്നിക്കോട് വരെ വിട്ട് തങ്ങളെ വരുത്തുന്നു. പക്ഷേ ഇവർ സമ്മതിക്കത്തില്ല. അത് തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന എന്തെങ്കിലും ക്ലൂ കൊണ്ട് ഇവർക്കൊരു കേസ് തെളിഞ്ഞാൽ അത് എൻ്റെ പേരൊന്നും അവർ വെളിയിൽ പറയത്തില്ല. പത്രക്കാർ ചോദിച്ചാൽ നമ്മളുടെ മിടുക്ക് കൊണ്ട് കണ്ടുപിടിച്ചെന്നേ പറയൂ. അത് ഭയങ്കര കോൺട്രോവേഴ്ഷ്യൽ അല്ലേ? അതെ അതെ. അത് പീറ്റർ ഹുർക്കോസ് എന്നും പറഞ്ഞ ഒരു ഫേമസ് സൈക്കിക് ഉണ്ടായിരുന്നു, വിദേശത്താണ്. അങ്ങേര് നിരന്തരം പോലീസുകാരെ ഇതുപോലെ സഹായിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്, കേസിന് തുമ്പുണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ സാർ ഒരു ഭയങ്കര കോൺട്രോവേഴ്ഷ്യൽ ആയി നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതിങ്ങനെ ആഘോഷിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാല് ഒരു സിനിമാ താരത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ എന്ന വണ്ണം അവര് പറഞ്ഞ കാര്യമാണ്. അവരുടെ ഒരു ബുക്ക് റിലീസുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞതാണ്. അവര് ഈ പാരാസൈക്കോളജിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ള ആള് തന്നെയാണ്. അപ്പം പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ജന്മത്തിൽ അവരൊരു ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്നു, 63-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഒക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ വന്നിട്ടുണ്ട്. അപ്പം ആളുകൾ അതിനെയൊക്കെ ഒരു പൊള്ളത്തരം എന്നുള്ള തരത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു വ്യക്തിയെ നമുക്ക് എടുക്കേണ്ട, അവരുടെ എക്സ്പീരിയൻസോ അവരുടെ വെളിപ്പെടുത്തലോ അത്തരത്തിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ അറിയാൻ കഴിയുമോ? ഇതിപ്പോൾ വലിയ ഒരു ഫാഡാണ്. ഇപ്പോൾ പാസ്റ്റ് ലൈഫ് അന്വേഷിച്ച് ഇപ്പോൾ പലരും നടക്കുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ പാസ്റ്റ് ലൈഫ് അറിയണം, അതിന് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്ന ആരെങ്കിലും സാറിന് അറിയാമോ? പിന്നെ ചിലർ നാഡി ജ്യോത്സ്യത്തിൻ്റെ പുറകെ പോകും. ഈ നാഡി എടുത്താൽ അതിൽ പാസ്റ്റ് ലൈഫ് എഴുതി കാണും. പക്ഷേ ഇത് വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് പല പ്രാവശ്യം പോയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ വേറെ വേറെ പാസ്റ്റ് ലൈഫാണ് കിട്ടുന്നത്. അപ്പോൾ ഈ
ഇത് ഇത് ചെയ്യുന്ന ആൾ പറയും ഇതൊക്കെ നിങ്ങളുടെ പല ജന്മങ്ങളാണ്, അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഓരോ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ പലപ്പോഴും വളരെ കളർഫുള്ളായിട്ടുള്ള പാസ്റ്റ് ലൈഫാണ്. ഈ പറയുന്ന പോലെ ടിബറ്റൻ ബുദ്ധിസ്റ്റ് മോങ്കോ, ഈജിപ്ഷ്യൻ ഫാറോയോ, അല്ലെങ്കിൽ റോമൻ സോൾജറോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കുടിലിൽ ജീവിച്ച് സാധാരണ രീതിയിൽ മരിക്കുന്ന പാസ്റ്റ് ലൈഫൊന്നും സാധാരണ ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പണ്ട് ജീവിച്ചിരുന്ന ആരുടെയെങ്കിലും മെമ്മറി നമ്മൾ ആക്സസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഒരാൾക്ക് ഞാൻ ഒരു ബുദ്ധിസ്റ്റ് മോങ്കായിരുന്നു എന്ന് തോന്നുകയും ഒരു ബുദ്ധിസ്റ്റ് മോങ്കിൻ്റെ കുറേ ലൈഫ് എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിൽ വരികയും ചെയ്തെന്ന് വിചാരിക്കും. നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ജീവിച്ചിരുന്നു എന്നും തെളിവ് കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മളായിരുന്നു എന്ന് എങ്ങനെ തീരുമാനിക്കും? അയാളുടെ മെമ്മറി നമ്മൾ ആക്സസ് ചെയ്യുന്നതായിരിക്കും. അത് അയാളുടെ മനസ്സും നമ്മളുടെ മനസ്സും തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അയാളുടെ മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. അത് സൈക്കിക്സ് പലരും ഒരാളിനെ കാണുമ്പോൾ അയാളുടെ പല കാര്യങ്ങളും ഇവരുടെ മനസ്സിൽ തെളിയും. അതുപോലെ പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ മെമ്മറി നമുക്കിപ്പോൾ കിട്ടിയെന്ന് വരാം. അതൊരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസേ ആകുന്നുള്ളൂ, നമ്മൾ അയാളാണെന്ന് വരുന്നില്ല.